ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾക്ക് ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് അപ്പോൾ ഞാനിതാ ഇങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നത്. മറ്റേമാതിരി അരിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ സമയം ഒരുപാട് വൈകിപ്പോയേ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിലാക്കിയാൽ വേഗം കഴിയല്ലോ. ഇപ്പോൾ വെക്കേഷൻ തുടങ്ങി. ഇപ്പോൾ നമ്മുടെ പിള്ളേർക്കൊക്കെ ഡൽഹിയിലൊക്കെ കുട്ടികൾക്ക് സ്കൂള് മിക്ക പേർക്കും KV ഒക്കെ അടച്ചു. എൻ്റെ മോളൊക്കെ KVയിലായതുകൊണ്ട് അവിടെയൊക്കെ KV ഇന്നലെ 2-ാം തീയതി അടച്ചു കേട്ടോ. എല്ലാവരുടെ കുട്ടികളും ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലുണ്ടാവും. ചിലർക്ക് വെക്കേഷൻ ക്ലാസ് ഉണ്ടാവും, ട്യൂഷൻ ഉണ്ടാവും. ഞങ്ങൾക്കും വെക്കേഷനൊക്കെ ആയി. ഞങ്ങൾക്കും നല്ല എന്താ പറയുക, ഇവിടെ ചൂട് നല്ല, നാട്ടിൽ നല്ല ചൂട്, ഇവിടെയും നല്ല ചൂട്. ഞങ്ങൾ നല്ല നാട്ടിലേക്കൊക്കെ പോകണം വെക്കേഷൻ ആയതുകൊണ്ട്. എല്ലാവരും ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ഉള്ളവർ നാട്ടിലേക്ക് പോകാൻ റെഡി ആയിരിക്കും അല്ലേ. ട്രെയിനൊന്നും ഇപ്പോൾ ടിക്കറ്റൊന്നും കിട്ടണില്ല. ഫ്ലൈറ്റിനൊക്കെ ആണെങ്കിൽ ഭയങ്കര ചാർജ് ഒക്കെയാണ് പറയുന്നത്. ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് നാട്ടിൽ പോകണമെന്ന്. മോനും വെക്കേഷൻ ആവുകയാണ്. അപ്പോൾ പിന്നെ മോൻ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്കും എത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഉപ്പേരി ഉണ്ടാക്കുന്നത്, ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണോ കറിയൊക്കെ ഉണ്ടാക്കുന്നതെന്നൊക്കെ എല്ലാവരും ഒന്ന് കമൻ്റൊക്കെ ഇടണേ. ഞാനെടുക്കുന്ന വീഡിയോകളിലൊക്കെ ഒരുപാട് എപ്പോഴും പറയുന്ന ഒരേ വാക്ക് തന്നെയാണ്. കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തരണം. ഇപ്പം ഓരോരോ വീഡിയോകൾ ഇങ്ങനെ ഞാൻ യൂട്യൂബൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കാണുമ്പോഴേ ഓരോന്ന് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഐഡിയാസൊന്നും എൻ്റെ അടുത്തില്ല. അപ്പം മോൾക്കിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇനി അവൾ പറഞ്ഞിരുന്നു വിചാരിക്കുന്നു. അവളെ അവിടെ അതിനൊന്നും കിട്ടണമില്ല. ഇപ്പോൾ വെക്കേഷൻ ആയാലും ഞങ്ങളവിടെയൊക്കെ ഇഷ്ടംപോലെ ഹോംവർക്ക് കേട്ടോ. ഈ ഹോംവർക്ക് കൊടുക്കുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് വെക്കേഷൻ ആയാലും വലിയ കാര്യമൊന്നുമില്ല. ട്യൂഷനുണ്ട്, ഒരുപാട് ഹോംവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്യാൻ കുട്ടികൾക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ മോളോട് പറയുന്നു, നാട്ടിൽ പോകുന്നതിന് മുന്നേ വെക്കേഷനല്ലേ, അപ്പോൾ എല്ലാ വർക്കുകളൊക്കെ ഒരുവിധമൊക്കെ ചെയ്ത് വെച്ച് പോയി കഴിഞ്ഞാൽ നാട്ടിൽ പോയാൽ എൻജോയ് ചെയ്യാം. പക്ഷേ നാട്ടിലൊന്നും, നിങ്ങളുടെയൊക്കെ അവിടെയൊക്കെ വെള്ളം ഉണ്ടോ അറിയാം. ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെയൊന്നും വെള്ളമേ ഇല്ല കേട്ടോ. അമ്മയെ വിളിക്കുമ്പോൾ നാട്ടിൽ പറയുന്നുണ്ട് വെള്ളമില്ല, വെള്ളം പൈസ കൊടുത്ത് വാങ്ങിക്കണം, പഞ്ചായത്ത് വെള്ളം കൊണ്ടുവരുന്ന അത് ആകെ 100-200 ലിറ്റർ തരണുള്ളൂ ഒക്കെ പറയുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് ഭയങ്കര ടെൻഷനില്ല. അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും കൂടെ പോകുമ്പോൾ വെള്ളം ഇല്ലാഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇവിടെ പിന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്താ കേബേജ് തന്നെയാണ് വായിൽ വരുന്നത്. ബീട്രൂട്ട് അരിയാണ്. ഇതിലാകുമ്പോൾ വേഗം സംഗതി കഴിയിട്ടു. അപ്പോൾ സമയം ഒരുപാട് വൈകി. അതിൽ 2-3 ഫോണൊക്കെ വന്നപ്പോൾ സമയം അങ്ങോട്ട് പോയി. ചോറ് രാവിലെ വെച്ചുകൊണ്ട് ചോറൊക്കെ പെട്ടെന്നായി. ചോറും ഒരു ഉപ്പേരി കയ്പ ഉണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിൽ പോകുമ്പോഴാണ്. അപ്പോൾ കയ്പ കുറച്ച് ലാഭത്തിന് കിട്ടിയപ്പോൾ ഇവർ കുറച്ച് കൂടുതൽ വാങ്ങിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു ഉപ്പേരി അതാരും കഴിക്കില്ല. ഞാനും ചേട്ടനെ അല്ലാതെ വേറെ ആരും കഴിക്കില്ല. മോൾക്ക് ഇഷ്ടമില്ല, ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. മോളുടെയൊക്കെ പ്രായമായപ്പോൾ കയ്പേൻ്റെ ഉപ്പേരി ഒന്നും ഇഷ്ടമല്ലേ, അതൊന്നും കഴിക്കാറില്ലേ. അന്നൊക്കെ അച്ഛനൊക്കെ ഇങ്ങനെ പറയും ഇതൊക്കെ കഴിക്കണം എന്നൊക്കെ. അപ്പോഴത് ഞാൻ എന്താ ബീട്രൂട്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ പോവാം. പച്ചക്കായും തക്കാളിയും ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് ഈ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പച്ചക്കായ, നാട്ടിലെ പച്ചക്കായ കിട്ടിയിട്ടോ മലയാളിക്കടയിൽ പോയ സമയത്തെ. അപ്പോഴേ ഞാൻ ഒരു പച്ചക്കായയും 2 തക്കാളിയും, കുഞ്ഞു തക്കാളിയാണേ, പച്ചമുളക് 2 പച്ചമുളകും ഇട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചതാണ്. ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് ചേർക്കണം. നല്ല ടേസ്റ്റ് കേട്ടോ ഈ കറി, എനിക്കിഷ്ടമാണ്. നാട്ടിൽ പോയാൽ ഞങ്ങൾ ഈ പച്ചക്കായ വാങ്ങിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ കറിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ എന്താ മിക്സിയിൽ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർക്കട്ടോ.
മീൻകറി ഒന്നും മീൻ കിട്ടിയിട്ട് കുറേ ദിവസമായിട്ടോ. അപ്പോൾ ചൂടായതുകൊണ്ട് മീനൊക്കെ അത്ര നല്ല ഫ്രഷ് മീനൊന്നുമല്ല. അപ്പോൾ ഞാൻ എന്താ ഇതിലേക്ക് ചേർക്കട്ടെ. ഇപ്പോൾ തേങ്ങ ജീരകവും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടെ അരച്ചിട്ട് വെച്ചതാണ്. പിന്നെ നമുക്ക് ഈ കുക്കറിലേക്ക് ഈ എന്താ പറയുക വേവിച്ച് വെച്ച പച്ചക്കായും തക്കാളിയും ഇല്ലേ അതിലേക്ക് ചേർക്കാം കേട്ടോ. ഇങ്ങനത്തെ കറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കണ തന്നെയല്ലേ. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാമെന്ന്. ഭയങ്കര ടേസ്റ്റ് അല്ലേ. എനിക്ക് ഇവിടെ എല്ലാവർക്കും അതിനോട് ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ തൈരുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. തൈര് വേണമെന്ന് മാത്രം. ഇപ്പോൾ ചൂടായതുകൊണ്ട് എപ്പോഴും എല്ലാവർക്കും മോരോ അല്ലെ തൈരോ വേണം നിർബന്ധമാകുമ്പോൾ. മീനും ഇല്ലല്ലോ. മറ്റു മീനുണ്ടെങ്കിൽ വേറെ ഒരു കറി ഞാൻ വെക്കൂല കേട്ടോ. പച്ചക്കറിയൊന്നും മീനുണ്ടെങ്കിൽ മീൻ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. ഇനി നാട്ടിൽ പോയിട്ട് വേണം മീനിനൊക്കെ നല്ലോണം വാങ്ങാൻ. മീനൊക്കെ നാട്ടിലിപ്പോൾ നല്ലോണം ഉണ്ടാവുമല്ലോ. നാട്ടിലാകുമ്പോൾ വെറൈറ്റി മീനുകളുണ്ടാവും. നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടോ? ഞാൻ ആദ്യം ഇതിൽ ഉപ്പും ചേർക്കണ്ടായിരുന്നേ. അപ്പം ഉപ്പുണ്ടോ? ഒരുപാട് വെള്ളമൊന്നും വെക്കണേ. ഞങ്ങൾ 3 പേരായതുകൊണ്ട് ഒരുപാട് കറിയൊന്നും വേണ്ട. ഉപ്പൊക്കെ പാകമാണ്. അപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർക്കണുള്ളൂ കേട്ടോ. ഒരിച്ചിരി തേങ്ങ ഇട്ടതല്ലേ, അപ്പോൾ ഒരിത്തിരി വെള്ളം ഒഴിക്കണ്ടേ. ഒരു ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോഴാണ് കൂടുതൽ ഇത് ഞാൻ ലേശം പച്ചവെള്ളം കേട്ടോ. ചൂടുവെള്ളം കെറ്റിൽ അവിടെ ഇതായിപ്പോയി. എന്താണെന്നറിയില്ല, കെറ്റിലിപ്പോൾ വർക്ക് ചെയ്യണില്ല. അപ്പോൾ ഞാൻ പച്ചവെള്ളമാണ് ചൂടാക്കാൻ മടിയായിട്ട്. അപ്പോൾ ഞാൻ ഇത് തിളപ്പിക്കട്ടെ. ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ പോയിട്ടേ കറിവേപ്പിൻ്റെ ഇല പറിച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. ചട്ടിയിൽ വെച്ച അപ്പോഴിതാ ഞാൻ ചട്ടിയിൽ വെച്ച കറിവേപ്പിൻ്റെ ഇല കണ്ടോ. അങ്ങനെ ഷാറിലെത്ര എങ്ങനെ വന്നിട്ടുണ്ട്. ഇത് പറിക്കട്ടെ. ഇത് നാട്ടിൽ പോകുമ്പോൾ എന്ത് ചെയ്യുന്നതാണ്, ആരും നനയ്ക്കുന്നുള്ളൊരു ഇതിലാണ്. എന്താ കറിവേപ്പിൻ്റെ ഇല പറിച്ചു. ഇതാൻ്റെ കണ്ടോ. പുതിനയില കണ്ടില്ലേ, നല്ല ഉഷാറിൽ ഇങ്ങനെ പുതിനേൻ്റെ ഇല. ഇതിലും ഞാനൊരു കറിവേപ്പില വെച്ചിട്ടുണ്ട്. പുതിനേൻ്റെ ഇല കണ്ടോ, നല്ല ഉഷാറിൽ വരുന്നുണ്ട്. ഇതിന് നാട്ടിൽ പോണതിന് മുന്നേ പറിക്കണം. അപ്പോൾ ഞാൻ മിക്സിയിൽ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഇമ്പക്ക് ഇതിലേക്ക് ചേർക്കട്ടോ. മീൻകറി ഒന്നും മീൻ കിട്ടിയിട്ട് കുറേ ദിവസമായിട്ടോ. അപ്പോൾ ചൂടായതുകൊണ്ട് മീനൊക്കെ അത്ര നല്ല ഫ്രഷ് മീനൊന്നുമല്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കട്ടെ. ഇപ്പോൾ തേങ്ങ ജീരകവും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടെ അരച്ചിട്ട് വെച്ചതാണ്. പിന്നെ നമുക്ക് ഈ കുക്കറിലേക്ക് ഈ എന്താ പറയുക വേവിച്ച് വെച്ച പച്ചക്കായും തക്കാളിയും ഇല്ലേ അതിലേക്ക് ചേർക്കാം കേട്ടോ. ഇങ്ങനത്തെ കറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കണ തന്നെയല്ലേ. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാമെന്ന്. ഭയങ്കര ടേസ്റ്റ് അല്ലേ. എനിക്ക് ഇവിടെ എല്ലാവർക്കും അതിനോട് ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ തൈരുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. തൈര് വേണമെന്ന് മാത്രം. ഇപ്പോൾ ചൂടായതുകൊണ്ട് എപ്പോഴും എല്ലാവർക്കും മോരോ അല്ലെ തൈരോ വേണം നിർബന്ധമാകുമ്പോൾ. മീനും ഇല്ലല്ലോ. മറ്റു മീനുണ്ടെങ്കിൽ വേറെ ഒരു കറി ഞാൻ വെക്കൂല കേട്ടോ. പച്ചക്കറിയൊന്നും മീനുണ്ടെങ്കിൽ മീൻ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. ഇനി നാട്ടിൽ പോയിട്ട് വേണം മീനിനൊക്കെ നല്ലോണം വാങ്ങാൻ. മീനൊക്കെ നാട്ടിലിപ്പോൾ നല്ലോണം ഉണ്ടാവുമല്ലോ. നാട്ടിലാകുമ്പോൾ വെറൈറ്റി മീനുകളുണ്ടാവും. നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടോ? ഞാൻ ആദ്യം ഇതിൽ ഉപ്പും ചേർക്കണ്ടായിരുന്നേ. അപ്പം
ഉപ്പുണ്ട്. ഒരുപാട് വെള്ളമൊന്നും വെക്കണം, ഞങ്ങൾ 3 പേരായതുകൊണ്ട് ഒരുപാട് കറിയൊന്നും വേണ്ട. ഉപ്പൊക്കെ പാകമാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർക്കണുള്ളൂ കേട്ടോ. ഒരിച്ചിരി തേങ്ങ ഇട്ടതല്ലേ, അപ്പോൾ ഒരിത്തിരി വെള്ളം ഒഴിക്കണ്ടേ. ഒരു ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്, അപ്പോഴാണ് കൂടുതൽ ഇത് ഞാൻ ലേശം പച്ചവെള്ളം കേട്ടോ. ചൂടുവെള്ളം കെറ്റിൽ അവിടെ ഇതായിപ്പോയി, എന്താണെന്നറിയില്ല, കെറ്റിലിപ്പോൾ വർക്ക് ചെയ്യണില്ല. അപ്പോൾ ഞാൻ പച്ചവെള്ളമാണ് ചൂടാക്കാൻ മടിയായിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഇത് തിളപ്പിക്കട്ടെ. തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ പോയിട്ടേ കറിവേപ്പിൻ്റെ ഇല പറിച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. ചട്ടിയിൽ വെച്ച അപ്പോഴിതാ ഞാൻ ചട്ടിയിൽ വെച്ച കറിവേപ്പിൻ്റെ ഇല കണ്ടോ, അങ്ങനെ ഉഷാറിൽ എത്ര എങ്ങനെ വന്നത്. ഇത് പറിക്കട്ടെ. ഇപ്പം നാട്ടിൽ പോകുമ്പോൾ എന്ത് ചെയ്യുന്നതാണ്, ആരും നനയ്ക്കുന്നുള്ളൊരു ഇതിലാണ്. പുതിനേൻ്റെ ഇല കണ്ടോ, നല്ല ഉഷാറിൽ വരുന്നുണ്ട്. ഇതിന് നാട്ടിൽ പോണതിന് മുന്നേ പറിക്കണം. പുതിനേൻ്റെ ഇല കണ്ടോ, നല്ല ഉഷാറിൽ വരുന്നുണ്ട്. ഇതിന് നാട്ടിൽ പോണതിന് മുന്നേ പറിക്കണം. ല്ലേ അതിൻ്റെ കറിവേപ്പിൻ്റെ ഇലയും ഇതൊക്കെ. ഇതാ കറി ഇങ്ങനെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കറി വറവിടണ്ടേ. കറി ഒന്ന് വറവിടാട്ടോ. അതാ കറി തിളച്ച് മാറ്റി വെക്കുക. അപ്പോൾ ഇതാ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടാവട്ടെ. പാത്രം ഒന്ന്, ചട്ടിയല്ല പാത്രം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ഇത് അടി കട്ടി കുറവുള്ള പാത്രം ആയതുകൊണ്ടേ പെട്ടെന്ന് തീ വരുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടിച്ചിടാം. അപ്പോൾ ഇതൊക്കെ നമ്മളെ കറിവേപ്പിൻ്റെ ഉണ്ടാവും പറിച്ചുകൊണ്ട് വന്നാൽ അതും കൂടി ഇതിലിടയ്ക്ക് ഇടാം കേട്ടോ. ഇതിലേക്ക് ഒഴിക്കാം. വറവിട്ടെടുത്താൽ ആ സമയത്ത് നമ്മൾ ഗ്യാസിലേക്ക് ഉപ്പേരിയും കൂടെ വെക്കാം. അപ്പോൾ കറി വറവിട്ട് ആക്കി വെച്ച് ഇനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ കുക്കർ കഴുകി വെക്കാം. ഇതിൽ നമുക്ക് തേങ്ങ വേണേൽ ചേർക്കാം കേട്ടോ. ഞാൻ തേങ്ങ ചേർക്കുന്നില്ല. ഇന്ന് രാവിലെ തേങ്ങ കുറച്ച് കുറവാണ്, ഒരു തേങ്ങയേ ഉള്ളൂ. അത് വെച്ചിട്ട് ഞാനിപ്പോൾ നാട്ടിൽ പോകുന്നുണ്ടേ പിന്നെ വെറുതെ തേങ്ങ വാങ്ങി വെച്ചിട്ട് കാര്യമില്ല. തേങ്ങ വാങ്ങി കൊണ്ടുവന്ന് ഞങ്ങളൊരു ഉച്ചയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന തേങ്ങ വൈകുന്നേരം ഞാനെടുത്ത് നോക്കുമ്പോഴുണ്ട് അത് പൊട്ടി കീറി കിടക്കുന്നത്. അപ്പോൾ അത്രയും ചൂടായിട്ടായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വെറുതെ തേങ്ങയൊക്കെ വാങ്ങിയിട്ട് ആക്കണ്ട, ഇനിയിപ്പോൾ ഒരു മുറി തേങ്ങ അവിടെ ഉണ്ട്, അത് മതി, അത് വെച്ചിട്ട് പോണ വരെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. തേങ്ങ ഇല്ലാത്ത കറി ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ബീട്രൂട്ട്, ഞാൻ കുറച്ച് കാബേജ്, എപ്പോഴും എൻ്റെ വായിൽ കാബേജ് ഉണ്ട്. കാരണം ഞങ്ങളവിടെ മിക്കപ്പോഴും കാബേജ് ഉണ്ടാകാറുണ്ട് കേട്ടോ. ഇവിടെ ചേട്ടനൊക്കെ അത് ഇഷ്ടമായതുകൊണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ 2-3 പ്രാവശ്യമായി ഞാൻ കാബേജ് എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ നമ്മളെ ബീട്രൂട്ട് ഒന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർക്കണം. അപ്പോഴേക്ക് ഞാൻ ചീഞ്ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുകിടണം ഇനി. അപ്പോൾ 2 പച്ചമുളക് ഞാൻ ഇതിൽ മുറിച്ചിടട്ടെ. കടുക് ഇട്ടു കേട്ടോ, കുറച്ച് കടുകിട്ട് കടുക് പൊട്ടട്ടെ. അപ്പോഴേക്ക്
ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ബീട്രൂട്ടില്ലേ അതിടാം കേട്ടോ. നന്നായിട്ട് ഇപ്പം ഇതിൽ കുറച്ച് ബാക്കിയുണ്ടല്ലോ പറ്റി പിടിച്ചിട്ട്, അപ്പം അത് നമുക്ക് ഇതിലേക്ക് ഇടാം. നന്നായിട്ട് ഇറക്കി കൊടുക്കുക. അതിനോട് ഒപ്പം തന്നെ നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കേ. ഉപ്പ് പാകത്തിന് നോക്കിയിട്ടിടുക. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ പറയാൻ മാത്രം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ഒരു പണി അറിയില്ലായിരുന്നു കേട്ടോ. കുക്കിംഗ് ഒന്നും അത്ര അറിയില്ല. ഒരു മീൻകറി ചോറ് വയ്ക്കാൻ മാത്രം അറിയായിരുന്നു. അന്ന് ഈ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അന്ന് പച്ചക്കറി കഴിക്കാനും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ പച്ചക്കറി കഴിക്കാതെ നിവൃത്തിയില്ല. എന്നിട്ട് നമുക്ക് തോന്നുന്നു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോഴേക്ക് ഞാൻ ഈ കുക്കറിലെ കറി ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ നമുക്കിതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണേ. എന്നാൽ പിന്നെ നമുക്ക് കുക്കറും അങ്ങനെയുള്ള വെച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ വൈകുന്നേരം ചോറുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കറി ഒഴിച്ച് വെച്ച പാത്രം മാത്രമല്ലേ കഴുകാണ്ടാവുള്ളൂ. ഇപ്പോൾ പൈപ്പിൽ എന്ന് പറഞ്ഞാൽ നല്ല തിളച്ച വെള്ളം വരുന്നത്. അപ്പോൾ വേഗം അടുക്കളയിൽ ചൂടത്തുനിന്ന് വേഗം പുറത്തേക്ക് ചാടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുക്കറും ചോറ് എല്ലാ പാത്രവും അങ്ങോട്ട് മാറ്റി വെക്കും കേട്ടോ. ചോറ് വെച്ച് മാത്രം ചിലപ്പോൾ മാറ്റാറില്ല. അത് ചോറ് തിന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ മാറ്റാറുള്ളൂ. അപ്പോൾ എന്താ കറി നമ്മളിങ്ങനെ ഒന്നിലേക്ക് മാറ്റി വെച്ച് ഉപ്പേരി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇനി ഉപ്പേരി ഒന്ന് നമുക്ക് തുറന്ന് നോക്കേ. ഉപ്പേരി എന്താ ഇതൊക്കെ പെട്ടെന്നാകുന്ന സംഭവങ്ങളാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട. 2-3 മിനിറ്റിൻ്റെ അകത്ത് ഒക്കെ റെഡിയാകും. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഇടയ്ക്ക് നമ്മൾ നോക്കണം കേട്ടോ. അപ്പം ഞാൻ ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ പാകാം. ബീട്രൂട്ടിൻ്റെ ഉപ്പേരിൻ്റെ മോൾക്കും ഇഷ്ടമാണ്, മോനും ഇഷ്ടമാണ്. പിന്നെ ഇവിടെ മോനുണ്ടെങ്കിലാണ് ബീട്രൂട്ടിൻ്റെ പച്ചടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരു ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത് കയ്പ മോള് കൂട്ടുമില്ല. നാട്ടിൽ പോകാനാകുമ്പോൾ പച്ചക്കറിയൊക്കെ കാലിയാക്കി വെക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓരോന്ന് തീർക്കുക. പ്രാവശ്യം മാർക്കറ്റിലും ഒന്നും പോയിട്ടില്ല. മൺഡേ മാർക്കറ്റ് നിങ്ങളവിടെയൊക്കെ ഉണ്ടോ ഇങ്ങനത്തെ മാർക്കറ്റുകളെന്ന് അറിയില്ല. നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളവിടെയൊക്കെ ഓരോരോ ദിവസം ഓരോ മാർക്കറ്റാണ്. മൺഡേ മാർക്കറ്റ്, സൺഡേ മാർക്കറ്റ്, ട്യൂസ്ഡേ, എല്ലാ ആഴ്ചയും ഓരോ മാർക്കറ്റ് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ആഴ്ചയിൽ മൺഡേ ആണ് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള മാർക്കറ്റ്. അവിടെ പോയിട്ട് ഞങ്ങൾ പച്ചക്കറി വാങ്ങിക്കൊണ്ടുവരിക ചെയ്യാം. അപ്പം ഇനി കറിയൊക്കെ നിറച്ച് വെക്കട്ടെ. ഒക്കെ നേരം വൈകിട്ട് എണീക്കുക, അല്ലാതെ നേരത്തെ എണീക്കുക. അപ്പം ഇന്ന് രാവിലെ ചിരട്ടപ്പുട്ടായിരുന്നു. അപ്പോൾ ചിരട്ടപ്പുട്ട് ഇത് നാട്ടിൽ ഞാനൊരു പ്രാവശ്യം ഓണത്തിന് സമയത്ത് മോൻ്റെ അഡ്മിഷന് വേണ്ടി ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിച്ചതാണ് ചിരട്ടപ്പുട്ട്. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടാവും. അപ്പം നല്ല ടേസ്റ്റ് അല്ലേ ഈ ചിരട്ടപ്പുട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക. അതിനൊരു മൂടിയുണ്ട് കേട്ടോ അടച്ചൊക്കെ. അപ്പോൾ ഇതിൽ പുട്ട് ഉണ്ടായിരുന്നത് അരക്കഷ്ണം ഞാൻ എടുത്ത് കഴിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഞാൻ അവിടെ തന്നെ ചിരട്ടയിൽ തന്നെ വെച്ചതാണ്. നല്ല ഭംഗിയിൽ കാണാം. അതിനൊരു അടപ്പുണ്ട് കേട്ടോ ഈ ചിരട്ടപ്പുട്ടിൻ്റെ. പിന്നെ ഇതിൻ്റെ അകത്ത് ആ ഒരു ചില്ലും ഉണ്ട്. അപ്പോൾ നല്ല രസമാട്ടോ, നല്ല ടേസ്റ്റുമാണ്. ഇതിലുണ്ടാക്കിയാൽ ഞങ്ങൾക്ക് 3 എണ്ണം ഉണ്ടാക്കിയാൽ നമുക്ക് ധാരാളമാണ്. ആരെടുത്തെങ്കിലുമൊക്കെ ഇത് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാവുന്നുള്ളതെന്ന് പറയണേ. നല്ല രസമല്ലേ കാണാൻ. എനിക്ക് ഇങ്ങനത്തേനോടൊക്കെ ഭയങ്കര കൗതുകമാണ്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടാൽ ഞാൻ വാങ്ങുകയും ചെയ്യും. പിന്നെ ചിരട്ടപ്പുട്ടും ഇതിൻ്റെ കടലക്കറി ആയിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അതേമാതിരി അടച്ചു വയ്ക്കും. നമുക്കൊന്ന് തുറന്നു നോക്കുന്നു കൂടെ. ഉപ്പേരിയപ്പം ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ
നമ്മളെ ഉപ്പേരി ഇപ്പോൾ റെഡിയായി. ഇന്നത്തെ ഉച്ചക്കത്തെ ചോറും കറിയും എന്നുള്ള പരിപാടി സംഭവം കഴിഞ്ഞ് ഈ കിച്ചണിൽ നിന്ന് മെല്ലെ പുറത്തിടാം. ഇനി പഠിച്ച് തുടയ്ക്കുക അങ്ങനെയുള്ള പണികളുള്ളൂ. ഇപ്പോൾ ഉപ്പേരി ഇതാണ്, ഉപ്പേരിയായി. ഇനി ഇതൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കാനുണ്ട് കേട്ടോ. പിന്നെ കറി ഇതാ, ഞാൻ കറി വെച്ച് പച്ചക്കായും തക്കാളിയും കൂടെ ഉള്ള തേങ്ങ അരച്ച് വെച്ച കറിയാണേ. ഇനി ചോറ് ഇതാ ഞാനിങ്ങനെ ആണ് ഊറ്റി വെക്കാറ്. ഇങ്ങനെ ക്ലിപ്പ് ഇട്ടിട്ടാണ് ഞാൻ ചോറ് ആക്കി വെക്കുക. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ഇങ്ങനെ മറ്റേമാതിരി ഇങ്ങനെ വെക്കൂലേ? ചോറ് ഊറ്റുന്ന പാത്രം എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആക്കിയിട്ട് പൈപ്പ് തുറന്നിട്ടിട്ട് വെള്ളം അങ്ങനെ പോക്കുക ചെയ്യുക. ഈ ചോറൊക്കെ ഒന്നൊരു പാത്രത്തിലേക്ക് മാറ്റാനുണ്ട്. ഇതാ സ്കൂള് വെക്കേഷനായപ്പം മോള് ഇരിക്കുന്ന ഇരുത്താണിത്. അവൾ കാണിച്ചു വെച്ചത് വീടിൻ്റെ ഫുള്ള് വാരി വലിച്ചിട്ടിരിക്കുന്നു. അതിന് ഞാൻ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഒന്നുമില്ല, ഇപ്പോൾ വെക്കേഷൻ ആയിട്ട് അവൾ എൻജോയ് ചെയ്യുക പോലും. വർക്കിനുള്ള സാധനങ്ങൾ സ്കൂളിൽ ഇപ്പോൾ ഹോംവർക്ക് ഉണ്ടല്ലോ, ഹോളിഡേ ഹോംവർക്ക്, അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇതാ ഇപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന് ഇതിൽ നിറച്ചുള്ള സാധനങ്ങൾ എന്നിട്ട് വലിച്ചിട്ടിരിക്കുക എല്ലാ സാധനങ്ങളും. അതിന് ഞാനിവിടെ അടിപിടി കൂടുകയാണേ. വെക്കേഷൻ ആയതുകൊണ്ട് എൻജോയ് ചെയ്യാണ് പോലും. ഇത്രയും ദിവസം ഞാൻ രാവിലെ 6:15 എണീറ്റ് സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം എൻജോയ് ചെയ്യണമെന്ന്, ആ എൻജോയ്മെൻ്റാണ് ഈ കാണുന്നത്. കണ്ടോ, ഇങ്ങനെ കുളിക്കും വേണ്ട, ഒന്നും ചെയ്യണ്ട. ഇന്നത്തെ ഉച്ചയൂണാണ്. ബീട്രൂട്ടിൻ്റെ ഉപ്പേരി, കയ്പ, ഒരു പപ്പടം കാച്ചിയത്, പച്ചക്കായും തക്കാളിയും കറി, ചോറ്. ഇതാണ് ഇന്നത്തെ ഉച്ചയൂണ്.